ഹലോ ഗൈസ്, ഇന്ന് കാർത്തിക ആയതുകൊണ്ട് നമ്മൾ ഇടിഞ്ഞിൽ കത്തിക്കാൻ പോവുകയാണ് ഗൈസ്. ഇടിഞ്ഞിൽ മാത്രമല്ല മെഴുകുതിരി ഉണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ ഇടിഞ്ഞിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിലോട്ട് തിരിയിടണം, എണ്ണ ഒഴിക്കണം. അങ്ങനെ ഞാൻ ഈ തിരി പിരിച്ചെടുക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പിരിച്ചെടുത്തിരിക്കുന്നു. ഇനി ഇതിന് ചെറുതാക്കാൻ പോവുകയാണ് ഗൈസ്. സംഭവം ഇത് ഇടിഞ്ഞിലിട്ടപ്പോൾ ഇടിഞ്ഞിലിനെയും കാട്ടി വലുതാണ് ഈ തിരി. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനെ ചെറുതാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ചെറുതാക്കിയിരിക്കുന്നു ഗൈസ്. ഇനി ഇത് ഓരോന്നായിട്ട് ഇടിഞ്ഞിലിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. എനിക്ക് വീഡിയോ പിടിച്ചവരാരും ഇല്ല ഗൈസ്. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ തിരിയും, അതുകൊണ്ടാണ് ഗൈസ് ഇടയ്ക്കൊന്നും കിട്ടാത്തത്. അങ്ങനെ തിരിയിട്ട് ലാസ്റ്റ് എത്തിയിരിക്കുന്നു ഗൈസ്. ലാസ്റ്റായി ഇങ്ങനെ. ഇനി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. എനിക്കങ്ങനെ ഈ ബോട്ടിൽ വെച്ച് ഒഴിച്ചങ്ങനെ ഇതായിട്ടില്ല ഗൈസ്, അങ്ങനെ ശീലമായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്പൂണ് യൂസ് ചെയ്യുന്നത്. എണ്ണ താഴെ കളഞ്ഞാൽ എൻ്റെ അമ്മമ്മ എന്നെ വഴക്ക് പറയും. അപ്പം എണ്ണയാണ് താഴെ വീണ ചറക്കും വീഴും. അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചാണ് ഒഴിക്കുന്നത് ഗൈസ്. ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ. അങ്ങനെ ഞാൻ ലാസ്റ്റ് എത്തി ഗൈസ്. എണ്ണ ഒഴിച്ച് ലാസ്റ്റത്തെ ഇടിഞ്ഞിലാണ് ഗൈസ് അത്. ഇനി നൂല് പിടിച്ചു കൊടുക്കുകയാണ് ഗൈസ്. സംഭവം എണ്ണയിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് നൂലിൻ്റെ അറ്റത്ത് എണ്ണ നനച്ച് കൊടുക്കുകയാണ് ഗൈസ്. അപ്പം മെഴുകുതിരി കൊണ്ടുവന്നു ഗൈസ്. അപ്പം നമ്മൾ ഈ മെഴുകുതിരിയും കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് കത്തിക്കാൻ പോവുകയാണ് ഗൈസ്. അമ്മയടുത്ത് ചോദിക്കുകയാണ് ഇവിടെ കത്തിക്കാൻ പറ്റും, ഇടിഞ്ഞിൽ വെക്കാൻ പറ്റുമോ എന്നൊക്കെ. അമ്മയാണ് എനിക്ക് അവിടെ ഇങ്ങനെ ഇടിഞ്ഞിൽ സെറ്റ് ചെയ്ത് തരണം. ഞാൻ വയ്ക്കത്തില്ല. സംഭവം വച്ചാൽ താഴെ വീഴുമെന്ന് എനിക്ക് പേടിയാണ് ഗൈസ്. അങ്ങനെ എനിക്കൊരു സാധനം ഇങ്ങനെ ഇടിഞ്ഞിൽ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും എനിക്ക് പൊട്ടിക്കിടതിനോട് താല്പര്യമില്ല ഗൈസ്. അങ്ങനെ അമ്മ നല്ല മനോഹരമായി സെറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ വരിയായിട്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് കത്തിക്കുന്നു, അമ്മ ഒരു സൈഡിൽ നിന്ന് കത്തിക്കുകയാണ് ഗൈസ്. മെഴുകുതിരി വെച്ചാണ് ഞങ്ങളത് കത്തിക്കുന്നത്. ഞാനാണ് ഗൈസ് അത് കത്തിക്കുന്നത്. അപ്പം ഞങ്ങൾ ആ ഒരു സെറ്റ് ഫുൾ കത്തിച്ച് ഗൈസ്. കണ്ടല്ലോ ഗൈസ്, ഇനി ഇത്രയും ബാലൻസ് ഉണ്ട്. ഇനി നമ്മൾ സ്റ്റെപ്പിൽ അറേഞ്ച് ചെയ്യണം ഗൈസ്. സ്റ്റെപ്പിൽ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യുകയാണ്. അമ്മയാണ് ഗൈസ് അത് കത്തിക്കുന്നത്. എനിക്ക് എത്തത്തില്ല. സംഭവം ഞാൻ സ്റ്റെപ്പിന് പോയിട്ട് നിൽക്കുന്നു, അമ്മ താഴെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് കത്തിക്കാൻ എത്തത്തില്ല ഗൈസ്. ഉണ്ട് ഞാൻ ഒരിടത്ത് 3 മാത്രമേ ഞാൻ കത്തിച്ചുള്ളൂ. ബാക്കി അമ്മയാണ് കത്തിച്ചത്.
അമ്മ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അമ്മയുടെ അടുത്ത് ഞാൻ ക്യാമറയിലോട്ട് നോക്കാൻ വന്നപ്പോൾ എക്സ്പ്രഷനാണ് ഗൈസ്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി ഞാൻ അവിടെ ഒക്കെയാണ് ഗൈസ്. ഇനി അമ്മ മതിലിൻ്റെ പുറത്തൊക്കെ മെഴുകുതിരി കത്തിക്കുകയാണ്. എന്നല്ല ഗൈസ്, ഞാൻ ക്യാമറ പിടിക്കുന്നുണ്ടാണ് ഗൈസ് ഞാൻ ചെയ്യാത്തത്. അമ്മയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഞാനാണ് ചെയ്തത് ഗൈസ്. കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങളുടെ വീട് കാണാൻ? ഇങ്ങനെ മെഴുകുതിരിയും ഇടിഞ്ഞിലൊക്കെ കത്തിച്ചിട്ട് എങ്ങനെയുണ്ട് ഗൈസ്? കണ്ടല്ലോ ഗൈസ്. ഇത് ബാലൻസ് വന്നതിൽ ഞാൻ സെറ്റ് ചെയ്തതാണ് ഗൈസ്. ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നേരെയായിട്ട് ഒരു ലൈനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തതാണ് ഗൈസ്. അമ്മേൻ്റെ അടുത്ത് അവിടെ ചെന്നിരുന്ന് നേരെ വെക്കാൻ പറഞ്ഞു. അപ്പം അമ്മ വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗൈസ് ഞാൻ അവിടെ പോയിരുന്ന് ഇത് ഇങ്ങനെ വയ്ക്കും പോലെയൊക്കെ എടുത്തത്. എന്നിട്ട് അമ്മ നിൽക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ അമ്മയുടെ ഫേസ് കണ്ടുകൂടാ, ലൈറ്റിൻ്റെ ഇതായപ്പോൾ നമ്മ അടുത്ത് എടുത്ത ട്യൂബ് ലൈറ്റ് ഇടാൻ പറഞ്ഞു. കണ്ടല്ലോ ഗൈസ് എങ്ങനെയാണ് ഗൈസ്. എൻ്റെ അനിയൻ്റെ ആദ്യത്തെ കാർത്തികയാണ് ഗൈസ്. എൻ്റെ ഗൈസ് ലൈറ്റായി കണ്ടിട്ട് അവൻ നോക്കിയാണ്. കാർത്തിക സ്പെഷ്യൽ ഫുഡാണ് ഗൈസ്. കാച്ചിലും ചമ്മന്തിയും പിന്നെ കട്ടൻ തേയിലയാണ് ഗൈസ്.